നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിയൂൺ മുതൽ ഫയർമാൻ വരെ കൈനിറയെ ശമ്പളം, കേന്ദ്ര സർവീസിൽ സ്ഥിര ജോലി നേടാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ജോലി സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകൾ ഏറ്റവും ആദ്യം നിങ്ങളിലെത്താൻ അത് സഹായകരമാകും. കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേരാഫെഡ് ഫയർമാൻ ഒഴിവിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് പ്രായപരിധി. ഉദ്യോഗാർത്ഥികൾ 1984 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഇളവുകൾ ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ: 1. 10ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. 2. NTC, NAC ബോയിലർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തത്തുല്യ യോഗ്യത. സാലറി: ഫയർമാൻ തസ്തികയിൽ നിയമനം ലഭിക്കുന്നവർക്ക് 16,500 രൂപ മുതൽ 35,700 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുക. എങ്ങനെ അപേക്ഷിക്കാം? യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത ശേഷം അപേക്ഷിക്കുക. രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ യൂസർ നെയിം, പാസ്വേഡ്, ക്യാപ്ച എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ശേഷം നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. സെർച്ച് ബാർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് 430/2024 എന്ന കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യുക. നിങ്ങൾ നിശ്ചയിച്ച തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹരാണെങ്കിൽ അപ്ലൈ നൗ എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷിക്കുക. അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായി മൊബൈൽ ഫോൺ ഉള്ളവർ പ്ലേ സ്റ്റോറിൽ നിന്നും ബ്രൗസർ ഡൗൺലോഡ് ചെയ്ത് അതിലെ മൗസ് ബട്ടൺ ഇനേബിൾ ചെയ്തുകൊണ്ട് അപേക്ഷിക്കുക. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ടൂറിസം വകുപ്പിൽ ജോലി നേടാം. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ സ്റ്റോർ കീപ്പർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള PSC വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 18 വയസ്സ് തൊട്ട് 36 വരെ പ്രായപരിധിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ്. യോഗ്യത: പ്രസ്തുത പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് സാധിക്കും. യോഗ്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നോക്കാവുന്നതാണ്. എങ്ങനെ അപേക്ഷിക്കാം? താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വെബ്സൈറ്റായ kerala.psc.gov.in സന്ദർശിക്കുക. ശേഷം ഹോം പേജിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ തിരഞ്ഞെടുക്കുക. ശേഷം നിശ്ചിതമായ ഫീസ് ഉണ്ടെങ്കിൽ അതടച്ച് അപേക്ഷ പൂർത്തിയാക്കുക. അപേക്ഷ സമർപ്പിച്ച ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുക. കാറ്റഗറി നമ്പർ 377/2024. ശമ്പളം 20,000 രൂപ തൊട്ട് 43,800 രൂപ വരെ. സ്പൈസസ് ബോർഡിൽ നിരവധി അവസരങ്ങൾ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്പൈസസ് ബോർഡ് കൊച്ചി യങ് പ്രൊഫഷണൽ തസ്തികയിൽ നിയമനം നടത്തുന്നു. യോഗ്യത: MBA മാർക്കറ്റിംഗ്. പ്രായപരിധി 35 വയസ്സ്. ശമ്പളം 25,000 രൂപ. യങ് പ്രൊഫഷണൽ പബ്ലിക് റിലേഷൻ. യോഗ്യത: മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, പബ്ലിക് റിലേഷൻസിൽ ബിരുദാനന്തര ബിരുദം. പ്രായപരിധി 35 വയസ്സ്. ശമ്പളം 25,000 രൂപ.
ഇമെയിൽ വഴി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ 20. വിശദ വിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നോക്കുക. കാസർഗോഡ് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിന് കീഴിലെ വിവിധ സ്ഥാപനങ്ങളിൽ നേഴ്സ് തസ്തികയിൽ ജീവനക്കാരെ നിയമിക്കുന്നു. കേരള PSC അംഗീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള GNM ആണ് നേഴ്സ് തസ്തികയുടെ അടിസ്ഥാന യോഗ്യത. ഹോമിയോപ്പതി മേഖലയിലുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം. 18നും 50നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഡിസംബർ 7 ശനിയാഴ്ച രാവിലെ 10:30 കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. പ്രതിരോധ വകുപ്പിന് കീഴിൽ ആർമി ഓർഡിനൻസ് കോർപ്സ് സെൻറ്ററിൽ ജോലി നേടാൻ അവസരം. ആർമി ഓർഡിനൻസ് കോർപ്സ് സെൻറ്റർ ഇപ്പോൾ MDS ട്രേഡ്സ്മാൻ മേറ്റ്, ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ്, സിവിൽ മോട്ടോർ ഡ്രൈവർ, മെറ്റീരിയൽ അസിസ്റ്റൻ്റ്, ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് 2, ഫയർമാൻ, കാർപ്പൻ്റർ ആൻഡ് ജോയിനർ, പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ തസ്തികയിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്കായി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അപേക്ഷ നൽകാം. തസ്തിക ആർമി ഓർഡിനൻസ് കോർപ്സ് സെൻറ്ററിൽ കീഴിൽ MDS ട്രേഡ്സ്മാൻ മേറ്റ്, ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ്, സിവിൽ മോട്ടോർ ഡ്രൈവർ, മെറ്റീരിയൽ അസിസ്റ്റൻ്റ്, ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് 2, ഫയർമാൻ, കാർപ്പൻ്റർ, പെയിൻറ്റർ. ആകെ 723 ഒഴിവുകൾ. MTS 11, ട്രേഡ്സ്മാൻ മേറ്റ് 389, ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് 27, സിവിൽ മോട്ടോർ ഡ്രൈവർ 4, മെറ്റീരിയൽ അസിസ്റ്റൻ്റ് 19, ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് 2 14, ഫയർമാൻ 247, കാർപ്പൻ്റർ ആൻഡ് ജോയിനർ 7, പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ 5. 18 മുതൽ 27 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാനാകും. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവുണ്ട്. യോഗ്യത MDS 10ാം ക്ലാസ് വിജയം, ട്രേഡ്സ്മാൻ മേറ്റ് 10ാം ക്ലാസ് വിജയം, കൂടെ ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. മെറ്റീരിയൽ അസിസ്റ്റൻ്റ് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ്, ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് ക്വാളിഫിക്കേഷൻ 10+2, സിവിൽ മോട്ടോർ ഡ്രൈവർ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്, ഫയർമാൻ 10ാം ക്ലാസ് പാസ്, പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ 10ാം ക്ലാസ് പാസ്, കാർപ്പൻ്റർ 10ാം ക്ലാസ് പാസ്. അപേക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് ആർമി ഓർഡിനൻസ് കോർപ്സ് സെൻറ്ററിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. അപേക്ഷിക്കുന്നതിന് മുമ്പായി കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കുക. അപേക്ഷാ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കേരള ജയിൽ വകുപ്പിൽ അവസരം. ജയിലിലെ തടവുകാർക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം, ഡിപ്രഷൻ, മറ്റ് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിന് കൗൺസിലർമാരെ ആവശ്യമുണ്ട്. സ്പെഷ്യൽ സബ് ജയിൽ തിരുവനന്തപുരം, കൊട്ടാരക്കര, മാവേലിക്കര, ഇരങ്ങാലക്കുട എന്നീ സ്ഥാപനങ്ങളിലാണ് കൗൺസിലർമാരെ നിയമിക്കുന്നത്. കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്നതിൽ പരിചയവും ക്രിമിനോളജി മേഖലയിൽ പ്രവർത്തിക്കുന്നതും അഭികാമ്യമാണ്. സാലറി 30,000 രൂപ. ഏജ് 40 വയസ്സ്. സ്ക്രീനിംഗ്, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. താൽപ്പര്യമുള്ളവർ നിശ്ചിത മാതൃകയിലുള്ള പൂരിപ്പിച്ച അപേക്ഷകൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഡയറക്ടർ ജനറൽ, പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ്, ജയിലാസ്ഥാന കാര്യാലയം, പൂജപ്പുര, തിരുവനന്തപുരം 12 എന്ന വിലാസത്തിലോ വകുപ്പിൻ്റെ കേരള പ്രിസൺസ് ആൻഡ് gov.in എന്ന മേൽവിലാസത്തിലോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി
വിജ്ഞാപന തീയതിക്ക് ശേഷം 14 ദിവസം വരെയായിരിക്കും. www.keralaprisons.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷയുടെ മാതൃക ലഭിക്കുന്നതാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭിക്കാത്തതും അപൂർണവുമായ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.